Hello friends, so welcome to our day 2 Vietnam vlog. So second day was kept for Halong Bay. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. സോ വെൻ വി റീച്ച് ദ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ഇന്ത്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് വേണ്ടി ഡ്രൈവർ ഓൾറെഡി വെയിറ്റ് ചെയ്യായിരുന്നു. സോ ആ ഡേ 2 ഇൻ വിയറ്റ്നാം ബിഗിൻസ് ഹിയർ. അപ്പോൾ ഇന്ന് നമ്മളുടെ പ്ലാൻ ഇറ്റ്സ് ഫോർ ഹെലോങ് ബേ. A complete day we will be in the cruise, and our cruise we'll be going to different spots and we'll be doing different water sports activity. മറ്റേ ജപ്പാനായിട്ടുള്ള ജപ്പാനെ കണക്ട് ചെയ്യുന്ന വലിയ ബ്രിഡ്ജാണ്. Our first spot in Halong Bay was this pearl factory where they explained us how the pearl farming is done, how the pearls have been extracted from the shells. So step by step the complete process was shown and explained to the people who had come to visit the place. So you can see exactly how they peel off the shells and how the pearls have been taken out. ഒരു അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓരോ ഷെൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പേൾസ് ആണ് നമുക്ക് അതിൽ കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഈ പേൾ മേക്കിംഗ് പ്രോസസ്സ് കണ്ടതിന് ശേഷം ദെൻ വി വർ ഹെഡ് ടു ദ പേൾ ജ്വല്ലറി ഷോപ്പ് വേർ ദേ വർ സെല്ലിംഗ് ദീസ് പേൾസ്. അപ്പോൾ നമുക്ക് വെറൈറ്റീസ് ഓഫ് ജ്വല്ലറീസ് വിച്ച് വർ മെയ്ഡ് ഔട്ട് ഓഫ് പേൾ വി വർ ഏബിൾ ടു സീ. നമ്മൾ പേൾ ഷോപ്പൊക്കെ കണ്ടു. ഭയങ്കര കത്തിയാണ്, നമുക്ക് വാങ്ങാൻ പറ്റില്ല. ജസ്റ്റ് ആകുന്ന ഇത് ഇവിടുത്തെ ഒരു കഫേ ഏരിയയാണ്. നല്ല മഴയാണ്. നമ്മുടെ ക്രൂസ് എന്താണെന്ന് അറിയില്ല. ഇന്ന് കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി മഴയാണ്. From Pearl Factory then we head to the International Cruise Port which is in Halong Bay. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് മഴ ഒന്ന് കുറഞ്ഞത്. അതുവരെ നല്ല മഴയായിരുന്നു. സോ വി വർ വെരി മച്ച് വറീഡ്. കാരണം നമ്മൾ ഫുൾ ഡേ ക്രൂസിലാണ്. നമുക്ക് ഫുൾ കയാക്കിംഗ് ഉണ്ടായിരുന്നു, വാട്ടർ സ്പോർട്സ് ഉണ്ടായിരുന്നു. സോ വി തോട്ട് എവറിത്തിങ് ഇസ് ജസ്റ്റ് ഗോയിങ് ടു വെയിൻ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് മഴ ഒക്കെ നിന്നു. ബട്ട് ദ ക്ലൗഡ്സ് വർ ഡാർക്ക്. ഹലോ ആണ് നമ്മളെ ഡ്രൈവർ. ഹായ്. അപ്പോൾ ഇവനാണ് നമ്മളെ ഇന്ന് ക്രൂസിൽ കൊണ്ടുപോകാൻ പോണത്. സജീഷ്. നമ്മൾ ടിക്കറ്റ് കിട്ടി. ഇത് അങ്ങനെ പോണു നമ്മള്. എന്റെ ക്യാമറമാൻ എന്താ പിന്നിൽ നടക്കണു. ഇവിടുത്തെ ക്രൂസ്. Welcome to Midstream Cruise. സോ ക്രൂസിൽ എൻറ്റർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവിടുത്തെ സ്പെഷ്യൽ ടീ ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സോ ആസ് യൂഷ്വൽ എനിക്ക് അങ്ങനെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. സെയിം വിച്ച് വാസ് ഗിവൺ ഇൻ ദ ഹോട്ടൽ നമ്മൾ എൻറ്റർ ചെയ്തപ്പോൾ ദ ഡേ 1 അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. കുറച്ച് കുടിച്ചിട്ട് അങ്ങനെ വെച്ചു. ബട്ട് ദ ഡിഷസ് വിച്ച് ദി ഹാഡ് സെർവ് ഫോർ ദ ലഞ്ച് ഇറ്റ് വാസ് ജസ്റ്റ് അമേസിങ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും വെറൈറ്റീസ് ഓഫ് കട്ട് ഫ്രൂട്ട്സ് വർ ദെയർ, വെറൈറ്റീസ് ഓഫ് സലാഡ്സ് വർ ദെയർ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രൂസ് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്.
We reached this first spot, that is to have a closer view of the caves. അപ്പോൾ നമുക്ക് ഇവിടെ പോവാൻ രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു. വൺ വി ഹാഡ് ദ ബാംബൂ ബോട്ട് ആൻഡ് സെക്കൻഡ് ഇസ് ടു ഡു എ പ്രൈവറ്റ് ബോട്ട്, ദാറ്റ് ഇസ് എ കയാക്ക്. ജാക്കറ്റ് ഇടാൻ പോവാണ്. ഞാൻ നല്ല നെർവസ് ആയിരുന്നു ടു ഡൂ ദിസ് ബിക്കോസ് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഈവൻ ദോ വി ഹാവ് വോൺ ദ ലൈഫ് ജാക്കറ്റ്, ഞാനും ബോട്ട് മറിയോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ. ഭയങ്കര കൂളായിരുന്നു. ആസ് ഹി ലവ്സ് ടു ഡു ദ അഡ്വെഞ്ചറസ് സ്പോർട്സ്. നമ്മള് കേവിന്റെ ഉള്ളിൽ ഇങ്ങനെ കേറുന്നു. ഇരുട്ടാണ്. ഓ കറുത്തമ്മയും പിന്നെ ആരാ? അതെ ഞങ്ങളിലുള്ള കറുത്തമ്മയും പരിങ്കുറ്റിയോ. എന്തായാലും നല്ല ടാൻ എന്തായാലും ഞങ്ങൾക്ക് പിടിക്കും. എന്തായാലും നല്ല രസമുണ്ട്. ഇവിടെ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്ന് കയാക്കിങ്ങും ഇങ്ങനത്തെ ബാംബൂ ബോട്ടാണ്. എനിക്ക് ബാംബൂ ബോട്ടിൽ പോകാനായിരുന്നു. പക്ഷേ ഏട്ടൻ പറഞ്ഞു നമ്മൾ ഹണിമൂൺ കപ്പിൾസ് ആകുമ്പോൾ നമ്മൾ കയാക്കിങ് തന്നെ ചെയ്യണം. എന്താ വെച്ചാൽ ഓടിക്കാൻ അറിയാത്തതിൻ്റെ ഒരു ടെൻഷനായിരുന്നു. ഇവിടെ എങ്ങാനും വെള്ളത്തിൽ പെട്ടുപോയാൽ കഴിഞ്ഞില്ലേ. എന്തായാലും നമ്മളുടെ ബോട്ട് ഓടിക്കുന്ന ആൾ നല്ല കൃത്യമായിട്ട് ഓടിക്കുന്നത്. എന്താ തുഴയണ നോക്കൂ. സോ നെക്സ്റ്റ് സ്പോട്ട് ഞങ്ങൾ പോയത് സങ്സോട്ട് കേവ് ആണ്. ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കേവ് ആൻഡ് ഇറ്റ്സ് റിയലി ബിഗ്. ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ്സിൻ്റെ ടൈമാണ് അവർ പറഞ്ഞത്. 40 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് വരണം. സോ ദ ക്രൂസ് വിൽ ബി വെയിറ്റിംഗ് ഫോർ us on the ഗായ്സ്. ഇത് മൊത്തം നമുക്ക് കയറണം. കണ്ടോ എത്ര ദൂരം ആൾക്കാരെ കയറി പോണ കാണാം. അപ്പം നമ്മളിവിടെയാണ്. ഇതൊരു കല്ലല്ല, ഇതിവിടെ ഒരു പ്രതിഷ്ഠയാണ്. എല്ലാവരും അതാണ് ഇവിടെ പൈസ വെച്ചിരുന്നത് ദൈവത്തിൻ്റെ. അപ്പം നമ്മളിനി എത്ര മിനിറ്റിൽ ഗുഹ ഇറങ്ങുന്നു നോക്കാം. അവർ 50 മിനിറ്റ്സിൻ്റെ ടൈമാണ് തന്നിരിക്കുന്നത്. ക്ഷീണിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് എത്താറാകുമ്പോൾ നമ്മളെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ ബിസിനസ്. അവർ നമുക്ക് നമ്മൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ദേ വിൽ ബി ഷോയിങ് അസ് ദ ഫോട്ടോസ് ആൻഡ് നമ്മളുടെ ചോയ്സാണ് വെദർ വി വോണ്ട് ടു ടേക്ക് എ ബിഗർ പ്രിൻറ്റ് ഓർ എ സ്മോൾ വൺ. അപ്പോൾ ഫ്രീ ആയിട്ട് അവർ നമുക്ക് കീ ചെയിൻസ് ആണ് തരുന്നുണ്ടായിരുന്നത്. സോ ഇതാണ് നമ്മളെ ഫോട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് കാണിച്ചിട്ട് ഇതിൻ്റെ ചെറുതാണ് ഫ്രീ ആയിട്ട് തരാൻ പോണത്. അങ്ങനെ ഫൈനലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു 40 to 50 മിനിറ്റ്സ് അതിൻ്റെ ഉള്ളിൽ നടന്ന് വേർത്ത് ക്ഷീണിച്ചു. സജുവേട്ടനെ കാണാൻ ആകെ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങളാണ് ചെയ്തത്. ഞങ്ങളുടെ ഡ്രസ്സ് തന്നെ നനഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഡ്രസ്സ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കയാക്കിങ് ചെയ്തതിന് ശേഷം. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് വി വെൻറ്റ് ടു ദ ടീ ടോപ്പ് ഐലാൻഡ്. ഇത് ബേസിക്കലി ജസ്റ്റ് ഒരു റിലാക്സേഷൻ സ്പോട്ടാണ്. ഇവിടെ ഒരു അഗെയിൻ ഒരു 20 മിനിറ്റ്സാണ് അവർ ഹോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കുറച്ച് ഗെയിംസ് കളിക്കാൻ എൻജോയ് ചെയ്യാനാണ്. ഇങ്ങനെ ഒരു ചെറിയ ബീച്ചിൻ്റെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. എന്താ തട്ടമ നോക്ക്. ഒരു ചെറിയൊരു കോക്ക് വെച്ചിട്ടാണ്. അതോ നല്ല കൗതുകമായ കാഴ്ചകൾ. അങ്ങനെ ടിക്ടോക്ക് സ്ഥലത്ത് നമ്മൾ വിട പറയുന്നു. വീണ്ടും ക്രൂസിലേക്ക് കയറുന്നു. ഞങ്ങൾ ലേറ്റായി. നമുക്ക് വേണ്ടിയിട്ട് ബോട്ട് നിർത്തി വെച്ചിരിക്കുന്നു ഷിപ്പ്. Evening we had the high tea followed by the DJ party. അപ്പോൾ സൺസെറ്റ് ഈ
ടോപ്പ് വ്യൂ ഒന്ന് കാണാൻ നല്ല രസമായിരുന്നു. വി വർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ സൺസെറ്റ്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വി ഹാഡ് ഇൻ ദ ക്രൂസ് ബിക്കോസ് 3 ഡിഫറെൻറ്റ് സ്പോട്ട്സിലാണ് നമ്മൾ പോയത്. ഫസ്റ്റ് വി ഡിഡ് ദ കയാക്കിംഗ്, വാട്ടർ സ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഡയറക്റ്റ് സൺസോട്ട് കേവിൽ പോയി, വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കേവ്സ്. അവിടെ ഒരു 40 മിനിറ്റ്സ് നടക്കാണ്ടായിരുന്നു. പിന്നെ പോയത് ടീ ടോപ്പ് ഐലാൻഡിലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ DJ പാർട്ടി വിച്ച് ദേ ഹാഡ് ഗിവൻ. അപ്പോൾ ടോട്ടലി ഇറ്റ് വാസ് എ വർത്ത് ഒരു 1 day ഫുൾ ആൻഡ് ക്രൂസ്. ഡ്രീം ക്രൂസ് അങ്ങനെ നമ്മളുടെ ഡേ 2 ഹെലോങ് ബേ ക്രൂസ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ. That's the end of day 2. Bye.